മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യേശുക്രിസ്തുവിനെയും പള്ളികളും എങ്ങനെയാ കച്ചവടച്ചരക്കാവുന്നത് എന്നുള്ളത് നോക്കാം. ഒരാൾ അയച്ചു തന്ന കുറേ ഫോമുകളാണിത്. കുറേ ഉണ്ട്, ഒന്നല്ല, വേറെ വേറെ ഫോമുകളാണ്. ഒരു ബണ്ടിലുണ്ട്. ഇതിൽ ഒന്നാമത്തേത് രമണി കൃഷ്ണൻകുട്ടി, കാരാപ്ലാക്കൽ ഹൗസ്, കരിനിലം PO, മുരുക്കും വയല്, മുണ്ടക്കയം, കോട്ടയം ജില്ല. ഇതിലെ മൊബൈൽ ഫോൺ നമ്പർ 9495830855. ഇത് ബ്ലസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഒരു സുവിശേഷ വിഭാഗത്തിൻ്റെയാണ്. ഇത് സ്പോൺസർഷിപ്പ് ഫോമാണ്. ഒരു നല്ല പെണ്ണിൻ്റെയും നല്ല ചെറുപ്പക്കാരനായ ആണിൻ്റെയും ഫോട്ടോ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. ഇതില് സൂര്യ TV സുവിശേഷത്തിന് 45,000, 30,000, 15,000. ഹിന്ദി ചാനലുകളിലെ സുവിശേഷത്തിനും 45,000, 30,000, 15,000. ഇനി ഹാർവസ്റ്റ് TVയിലാണെങ്കിൽ 15,000, 10,000, 5,000. ലൈവ് ടെലികാസ്റ്റിനാണെങ്കിൽ 60,000, 30,000, 15,000 രൂപ. ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ TVയിലൂടെയാണെങ്കിൽ 50,000, 25,000, 10,000. ഇതില് രമണി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് 10,000 രൂപയാണ്. 10,000-ന് ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതില് പ്രാർത്ഥന ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ യഹോവയെയും കച്ചവടം നടത്തുന്നത് പ്രാർത്ഥനാ വിഷയങ്ങൾ. എൻ്റെ മക്കൾ 3 പേർക്കും നല്ല ജോലി കിട്ടണം. ഇളയ മോളുടെ വിവാഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ആ വിവാഹത്തിന് വേണ്ടി സ്ഥലവിൽപ്പന നടക്കുന്നതിന് 3 ഇടങ്ങളിലെ സ്ഥലവിൽപ്പന, 3 സ്ഥലമുണ്ട്. 3 ഇടങ്ങളിലെ സ്ഥലവിൽപ്പന നടത്തുന്നതിന് പ്രാർത്ഥിക്കണം. MA ഇളയ മോൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകന്റെ നടുവേദന മാറുവാനും സെക്രട്ടേറിയറ്റിലെ 23ാമത് കിടക്കുന്ന ലിസ്റ്റില് ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോ ഇത് എഴുതിയിരിക്കുന്നത് രാമകൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ രമണി കൃഷ്ണൻകുട്ടി, രാമകൃഷ്ണൻകുട്ടിയല്ല, രമണി കൃഷ്ണൻകുട്ടിയെ ഫോണിൽ വിളിച്ചു. അവര് പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ് സാറേ, എൻ്റെ പേരിൽ ഏതോ ക്രിസ്ത്യാനി അതിൽ പൈസ അടച്ചിട്ട് എൻ്റെ പേരിൽ എഴുതിയതാണ്. അപ്പൊ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്ന് ശരിയാണ്. ഞാനല്ല 10,000 രൂപ കൊടുത്ത് ഹാർവസ്റ്റ് TVയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വഴിയെ കൂടെ പോകുന്ന ഹിന്ദുക്കളെ മതം മാറ്റാൻ എടുത്തിരിക്കുന്നതാണ്. അടുത്തത് സത്യ എന്ന് പറയുന്ന ആളുടെ, സത്യ രാധാകൃഷ്ണൻ, അത് MRA 101, നിയർ മണക്കാട് പോസ്റ്റ് ഓഫീസ്, മണക്കാട് PO, തിരുവനന്തപുരം 695009. ഫോൺ നമ്പർ 9488173150. ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കി, അത് എടുക്കണില്ല, അങ്ങനെ ഒരു ഫോൺ ഉള്ളതായിട്ട് തോന്നണില്ല. അവരുടെ പ്രാർത്ഥന, എൻ്റെ മകൻ അരുൺ +1 പഠിക്കുന്നു. അവൻ പഠിക്കുന്നതെല്ലാം മറന്നുപോകുന്നു. പരീക്ഷ 29-ാം തീയതി തുടങ്ങി, മാർച്ച് 10-ാം തീയതി തീരും. റിസൾട്ട് മാർച്ചിലാണ്. അർജുൻ മൂത്ത മകന് വേണ്ടി, അവൻ MBA ഫസ്റ്റ് ഇയർ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവന് നല്ല മാർക്ക് ലഭിക്കണം. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായി ഒരു ഭവനം വേണം. സാമ്പത്തിക ബുദ്ധിമുട്ട് തീർത്തു തരണം. യേശുവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ആമേൻ. സത്യ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി 1/3/2016 എഴുതി വെക്കുന്നതാണ്. 15,000 രൂപ സൂര്യ TVയിൽ അവരുടെ സുവിശേഷ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ യേശുക്രിസ്തുവിനെ കച്ചവടം നടത്തുന്ന രണ്ടാമത്തെ പരിപാടി. അടുത്തത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സാറാമ്മ ഉമ്മൻ, ക്രിസ്ത്യാനിയാണ്. അത് 15,000 രൂപ. മോൻ ബിനീഷിന് ബഹ്റിനിൽ ആണ് സ്ഥിരമായ ഒരു ജോലിയും വിസയും ലഭിക്കേണ്ടത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മൂത്ത മകൻ അനീഷിന്റെ കടഭാരങ്ങൾ മാറണം. ഭർത്താവ് മാനസാന്തരത്തിൽ വരണം. ആരെയാണോ കിട്ടിയിരിക്കുന്നത്? എന്റെ കാൽമുട്ടിനുള്ള തേയ്മാനവും വേദനയും മാറിപ്പോകണം. സാറാമ്മ ഉമ്മൻ ആണ് പ്രാർത്ഥന. 15,000 രൂപ കൊടുത്തു. അടുത്തത് ഡെയ്സി യോവനൻ,
അനുവിന്, യോഹന്നാനല്ല, YOWNAN, വട്ടക്കാട്ടിൽ ഹൗസ്, പിറവം PO, എറണാകുളം. ഫോൺ നമ്പറും ഉണ്ട്. അനുവിന് ദൈവഭയമുള്ള ഒരു പയ്യനെ ഭർത്താവായി ലഭിക്കുവാനും നിനുവിനും അവളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. മിനിയുടെ വേദന മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കണം. മെറിന് കഴിവതും വേഗം ഒരു ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആയിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. 2/3/2016 10,000 രൂപ കൊടുത്ത് ഹാർവെസ്റ്റ് TVയിൽ പ്രാർത്ഥിക്കാൻ ഹോൾസെയിലായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. വിപിൻ മാത്യു, ഫോർ എ പെർമനന്റ് ജോബ് അറ്റ് കാനഡ. ഫോർ വിപിൻ, prayer request for well-being of KC Matthew and family. Prayer request for well-being of Jacob Thomas and family. To get rid of fever for Matthew, 100th board examination, 10th board examination Cora. For a good partner for Thomas and for a good MBA admission to Matthew. Vipin Matthew 15,000 രൂപ കൊടുത്ത് സൂര്യ TVയിൽ അഡ്വർടൈസ്മെന്റ് ആണ്. ഈ പൈസ കൊടുത്തതിൻ്റെയൊക്കെ ബാങ്ക് സ്ലിപ്പും കൂടിയുണ്ട്. പിന്നെ ഇതേപോലെ സാറാമ മാത്യു എഴുതിയിരിക്കുന്നത്, അബുദാബിയിൽ ജോലി ചെയ്യുന്ന മകൻ തോമസ് അഗസ്റ്റിന് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്, അത് മാറിക്കിട്ടണം. മകന്റെ അമ്പിളി വർക്കി അബുദാബിയിലെ ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായി പെർമനന്റ് പോസ്റ്റ് കിട്ടണം. അങ്ങനെ ഇതാണ് അവരുടേത്. പിന്നെ കുറെ പേരുടെ റിക്വസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ബാങ്കും ചെക്കും ഒക്കെ ഉണ്ട്. അടിപൊളി എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്, 15,000 രൂപ. ഇത് ഫെഡറൽ ബാങ്കിൽ അവർക്ക് അവിടെ നിന്ന് 10,000 രൂപയുടെ ചെക്ക്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്തി TVയിലൂടെ പ്രാർത്ഥിപ്പിക്കാം. മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലാണ്. ഇത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമോനെ. ഒരു പള്ളിയും പള്ളിയിൽ അച്ഛനും പ്രാർത്ഥനയും കുർബാനയും നൊവേനയും വെഞ്ചരിപ്പും ഇതുമാതിരി കാശുണ്ടാക്കി ഇത് കാശുണ്ടാക്കാനുള്ള മതമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും എല്ലാം ഈ ബൈബിള് കൃഷിയും കുരിശ് കൃഷിയും പള്ളിയിൽ പോക്കൊക്കെ ആൾക്കാർ നിർത്തിയത് ഈ കച്ചവടം നടത്താനാണ് എന്നറിഞ്ഞത് കൊണ്ടാണ്. അറിയാലോ, ഒരു ബിഷപ്പ് കേരളത്തിൽ പറയുകയുണ്ടായി, ഇറ്റലിയിൽ ചെന്ന് പോപ്പിനോട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ആൾക്കാരെ തരാം, നിങ്ങൾക്ക് ഇഷ്ടം മാതിരി പൈസയുണ്ട്, ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. കേരളത്തിലെ ഒരു ബിഷപ്പ് ഇറ്റലിയിൽ പോപ്പിനോട് എന്ന് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട്, നിങ്ങളുടെ പണിയെടുക്കാൻ, പാദസേവ ചെയ്യാനും ബാത്റൂം കഴുകാനും കാല് കഴുകാനും കൈ ചുംബിക്കാനുമായിട്ട് ഞങ്ങൾ ഇന്ത്യക്കാരെ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഇഷ്ടം മാതിരി പൈസയുണ്ട്, ആ പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നിവിടുത്തെ ഒരു ബിഷപ്പ് ചെന്ന് പറഞ്ഞു. ഇത്രയും നാണം കെട്ടായാലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയും യേശുക്രിസ്തുവും കന്യാമറിയവും സെന്റ് ജോർജും മഗ്ദലന മറിയവും അല്ലാത്ത മറിയവും അൽഫോൻസാമയും ഏവു പ്രാസ്യാമയും അതുപോലെ തന്നെ ചാവറ അച്ഛനെയൊക്കെ വെച്ചുകൊണ്ട് എന്തിനാ മക്കളെ ഈ കച്ചവടം നടത്തുന്നത്? നല്ല ഒരു ധർമ്മം, സനാതന ധർമ്മം, സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ഭാരതത്തിലിരുന്ന് അതിൽ ജീവിക്കുന്നവരെ ഭയപ്പെടുത്തി പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊലവിളി നടത്തി അവരെ മതം മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ മക്കളെ? കുറേ പേർക്ക് ജീവിക്കാനുള്ള വഴി കണ്ടെത്താനും അരമനകളിൽ സുഖിക്കാനും പുറത്ത് ആട്ടിൻതോലിട്ട് അകത്തെ ചെന്നായിക്കളെന്ന് യേശുക്രിസ്തു വിശേഷിപ്പിച്ച നിങ്ങളെ പോലെയുള്ളവരെ പോലെ ജീവിക്കണോ? ഞാൻ നേരത്തെ കച്ചവട മനോഭാവമാണെന്ന് പറഞ്ഞതിനൊരു തെളിവാണ് ഞാൻ ഇപ്പോൾ തന്നത്. ഈ ഷീറ്റ് ഇവിടെ ഇഷ്ടം മാതിരിയുണ്ട്, വേണമെങ്കിൽ അയച്ചു തരാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത് എനിക്ക് അയച്ചു തന്ന വ്യക്തിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.